ഇന്ത്യൻ റിവർ സിസ്റ്റത്തിൽ ഗംഗയെ പറ്റി നമുക്കിന്നൊന്ന് പഠിക്കാം. നദീതട പ്രത്യേകതയാലും സാംസ്കാരികമായ പ്രാധാന്യത്താലും ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട നദിയാണ് ഗംഗ. വിഷ്ണുപാതി, ജാൻവി, മന്ദാകിനി, ഭാഗീരഥി, പാപനാശിനി എന്നിങ്ങനെയൊക്കെ ഈ നദി അറിയപ്പെടുന്നുണ്ട്. ബംഗ്ലാദേശിൽ പത്മ എന്ന പേരിൽ അറിയപ്പെടുന്നു. ഏഷ്യയിൽ 15ഉം ലോകത്തിൽ 39ാം സ്ഥാനവുമാണ് ഗംഗാ നദിക്കുള്ളത്. ഇന്ത്യ, ബംഗ്ലാദേശ് എന്നീ രണ്ട് രാജ്യങ്ങളിലൂടെയാണ് ഗംഗാ നദി ഒഴുകുന്നത്. ഭാരതത്തിലെ ഉത്തർപ്രദേശ്, ഉത്തരാഖണ്ഡ്, ബീഹാർ, ജാർഖണ്ഡ്, ബംഗാൾ എന്നീ 5 സംസ്ഥാനങ്ങളിലൂടെ ഈ നദി ഒഴുകുന്നു. ഗംഗാനദിയുടെ ഉത്ഭവസ്ഥാനം പറഞ്ഞ 2 നദികളിലൂടെയാണ്. ഒന്ന്, ബദ്രീനാഥിന് മുകളിൽ സത്തോപാന്ത് ഹിമാനിയിൽ നിന്ന് ഉത്ഭവിക്കുന്ന അളകനന്ദ നദിയും ഉത്തരകാശി ജില്ലയിലെ ഗംഗോത്രി ഹിമാനിക്ക് സമീപമുള്ള ഗോമുഖിൽ നിന്ന് ഉത്ഭവിക്കുന്ന ഭാഗീരഥി നദിയും ഒരുമിച്ച് ചേർന്ന് ദേവപ്രയാഗിൽ വരുന്നു. ആ ദേവപ്രയാഗിലൂടെ അത് ഗംഗയായി താഴേക്ക് ഒഴുകുന്നു. ഇനി നിങ്ങളോടുള്ള ചോദ്യം ഇതാണ്: ഗംഗാ നദി ഏറ്റവും കൂടുതൽ ദൂരം സഞ്ചരിക്കുന്ന സംസ്ഥാനം ഏതാണ്?